ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവറാണ് മരിച്ചത്. തലക്കുളം എസ്റ്റേറ്റിലെ 12 ഏക്കർ ഭാഗത്താണ് കാട്ടാന ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി ഇപ്പോൾ പൊലിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് വിവരങ്ങൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവറാണ്, 62-കാരനായ ഒച്ചത്തേവറാണ് മരിച്ചത്. അല്പം മുൻപാണ് സംഭവം ഉണ്ടായത്. തലക്കുളം എസ്റ്റേറ്റിലെ 12 ഏക്കർ ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് ഒച്ചത്തേവറിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും ഈ മേഖല കാട്ടാന ശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിരവധി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് വനംവകുപ്പ് ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും വീണ്ടും ഇതേ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും സംഭവത്തെ തുടർന്ന് DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റും. മേഖലയിൽ മുൻപും നിരവധി കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു തോട്ടം തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അതില്ല, ഏതായാലും പ്രതിഷേധമൊന്നും തന്നെ മേഖലയിൽ ഉയർന്നിട്ടില്ല. ഏതായാലും വനവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇല്ലാത്ത പക്ഷം വീണ്ടും ഒരു പ്രതിഷേധം ഉടലെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതില്ല. ശരി ബിനീഷ്, എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കൃത്യമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും വനംവകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബിനീഷും പറയുന്നത്.